ആദ്യം തന്നെ നമ്മൾ ചെന്ന് ചേർന്നത് ഇസ്താംബൂൾ എയർപോർട്ടിലാണ് ട്ടാ. അവിടുന്ന് ഞങ്ങൾ ആദ്യമേ ഈ സിം എടുത്തു. സിം എടുത്തതിന്റെ പുറകെ തന്നെ അവിടുത്തെ ടർക്കിഷ് ലിറയിലിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് ജസ്റ്റ് മാറി. പിന്നെ അവിടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കാർഡ് കൊടുത്തിട്ട് നേരെ ബസ് കയറാനായിട്ട് പോയി. ഇതായിരുന്നു നമ്മുടെ ബസ്. ഈ ബസ്സിലാണ് നമ്മൾ ടാക്സിം വരെ വന്നിറങ്ങിയത്. ടാക്സിമിൽ നിന്ന് തൊട്ടടുത്തായിരുന്നു നമ്മുടെ ഹോട്ടൽ. സോ ഇതിലിരുന്നിട്ട് ഒരു അത്യാവശ്യം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്നാലും കുഴപ്പമില്ല, ഇരുന്ന് കുറച്ച് മടുക്കും, എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ നേരെ വന്ന് ചാടുന്നത് നല്ല വൈബുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ടാക്സിം സിറ്റി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം അവിടുത്തെ ഒരു വൈബ് മനസ്സിലായി നമുക്ക്. പിന്നെ ഭയങ്കര എനർജി ആയിരുന്നു എല്ലാവർക്കും. ഈവൻ തോ പെട്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പെട്ടിയും പെറുക്കി നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫുഡൊക്കെ പോകുന്ന വഴിക്ക് വാങ്ങി കഴിച്ചു കേട്ടോ. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നില്ല മോക്സി ഹോട്ടലിലോട്ട്. അതും ഏകദേശം അടുത്ത് തന്നെ ആയിരുന്നേ. പോകുന്ന വഴി ലൈറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഇതായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ കേട്ടോ. മോക്സി ഹോട്ടലായിരുന്നു. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. ടാക്സിമി തന്നെ ആയതുകൊണ്ടും ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടലിലോട്ട്. അതുകൊണ്ട് അത് ഭയങ്കര ബ്ലെസ്സിങ് പോലെയായിരുന്നു കേട്ടോ. നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാനാണെങ്കിൽ ഇവിടെ റൂം എടുത്ത് അടിപൊളിയായി. ചെന്നപ്പോൾ അവരൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. അത് അടിപൊളിയായിരുന്നു. അത് കുടിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയി. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ടയേർഡും ആയിരുന്നു. സോ ഇതായിരുന്നു റൂം നൈസായിരുന്നു. ഒന്ന് റൂമിൽ കയറി ഫ്രഷായി കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ആകെ 4 ദിവസം ഇസ്താംബൂളിലുണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ ഇറങ്ങി. ആക്ച്വലി കിങ് സൈസ് ബെഡ് ഒരെണ്ണമായിരുന്നു ചോദിച്ചത്. പക്ഷെ ഇത് എന്താണെന്ന് അറിയത്തില്ല, അവർ 2 ബെഡാണ് തന്നത്. എനിവേസ് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോകേണ്ടതെന്നൊരു പ്ലാൻ ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി. സോ ഫ്രഷ് ആയതിനു ശേഷം ഇതായിരുന്നു കോലം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ തന്നെ ഇറങ്ങി സ്ട്രീറ്റിൽ. ഇനിയുള്ളത് സ്ട്രീറ്റിൽ കൂടെയുള്ള വ്യൂസ് ആണ് കേട്ടോ. നമുക്ക് സ്ട്രീറ്റ് ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ കഴിച്ചു നോക്കാമല്ലോ. എന്നാ വെച്ചാൽ വാങ്ങാം. കുറേ വെറൈറ്റീസ് ആണല്ലോ. ഇത് വന്നിട്ടുള്ള ഫസ്റ്റ് ഫുഡിങ് ആണ്. സാലഡ് എടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. ചോണ്ട് ഫിഷ് എന്ന് പറഞ്ഞ് കുറേ ദിവസമായി തുടങ്ങിയിട്ട് ഫിഷ് വാങ്ങി. പിന്നെ റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനായിരുന്നു. സ്വീറ്റ്സ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി. ഇത്രയാണ് ഇപ്പോഴത്തെ ഒരു മെനു. അത് വാങ്ങിക്കണം. എന്നത് വാങ്ങിക്കാം. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ കണ്ണി കണ്ടതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലെത്തി. ഒരു 2-2:30 ആയപ്പോൾ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.